ഞങ്ങളങ്ങനെ അതാ പോയിക്കൊണ്ടിരിക്കണേണ്. പോണത് വേറെ എങ്ങോട്ടുമല്ല, മോളുടെ വീട്ടിലേക്കാണ്, മോളുടെ കല്യാണം കഴിഞ്ഞ ബന്ധു വീട്ടിലേക്ക്. അപ്പോൾ അവൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് പോകാൻ പറ്റാറുള്ളൂ. വേറെ എവിടെയല്ല, തൃശ്ശൂർ അടുത്ത് തൃപ്രയാർ അന്തിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മോളുടെ വീട്. അപ്പോൾ ഞങ്ങൾ വെക്കേഷനൊക്കെ ആയത് കാരണം അവൾക്കും ലീവ് ഒക്കെ നോക്കി, കുഞ്ഞിൻ്റെ ലീവൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ പോവാറ്. അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാരണം കൂടി ഉണ്ട് പോകാനായിട്ട്. അവിടെ തൃപ്രയാർ അമ്പലത്തിൽ പൂരം നടക്കണേണ്. തൃപ്രയാർ അന്തിക്കാട് അമ്പലത്തിൽ, മങ്ങാട്ടുകര അമ്പലം എന്ന് പറയും, ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് പൂരം നടക്കുന്നത്. അത് ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ആ പൂരമൊക്കെ പോണത്. അപ്പോൾ അത് കാണാനായിട്ട് കുറേ ആയി ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതും കാണാമെന്നുള്ളതിൽ പോവാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് പരിപാടിയൊക്കെ നടക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ വാവ ഉറങ്ങാനൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഭയങ്കര വർത്തമാനത്തിലാണ് ആൾ. അങ്ങനെ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിക്കൊണ്ടിങ്ങനെ പോവാണ്. അതുപോലെ തന്നെ ഈ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗി. എന്താ പാടം കണ്ടില്ലേ, പാടം പൂത്ത് നിൽക്കണതാണ് അവിടെ. അതൊക്കെ കണ്ട് പതുക്കെ ഇങ്ങനെ പോയി പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. തണലും നല്ല മരങ്ങളും നല്ല ഭംഗിയാണ് ആ വഴി കാണാനൊക്കെ. ഇവരെ വീടിന് അങ്ങോട്ട് പോകും തോറും നല്ല ഭംഗിയുള്ള വഴികളാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഒരുപാട് പാടങ്ങളും വയലേലകളും എല്ലാം കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. അത്ര ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് വീഡിയോ പിടിച്ചിരിക്കുന്ന പോണ വഴിയെല്ലാം അത് കണ്ടുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ്. ഇരുന്നിങ്ങനെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതാണ് തൃപ്രയാർ അമ്പലം. അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയും. രണ്ട് സൈഡിലുണ്ട് അമ്പലം. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. നമ്മളിങ്ങനെ അത് കണ്ടുകൊണ്ട് അത് നല്ല ഭംഗിയാണ്. ഇപ്പുറത്തെ സൈഡിലുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വീടെത്താറായപ്പോഴേക്കും ആനകളൊക്കെ നിരന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 5 ആന ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെയുള്ള ആൾക്കാരും എല്ലാം കൂടെയായിട്ട് റോഡിലൊക്കെ ആകെ തിരക്കായി. തിരക്ക് കൂടണേക്ക് മുമ്പ് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടത്. 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. ഇത് ആനയ്ക്ക് സൈഡിൽ കൂടിയൊക്കെ പോകണുണ്ടാവും. എന്തായാലും ഒതുങ്ങി നിൽക്കണേന്ന്.
നോക്ക ആനേനെ നോക്ക ചൂടെടുക്ക പിന്നെ ചൂട് അങ്ങനെ പൂരം ആ ഒരു ദിവസം ഉണ്ടായുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി അവിടുത്തെ ബഹളവും കൊട്ടും ആട്ടും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയും ചെയ്തു. നല്ല അടിപൊളി പൂരം ഇരുന്നിട്ടാ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് എവിടെ ദൂരോട്ടൊന്നും പോകണ്ടല്ലോ, വീട്ടിൽ തന്നെ നിന്നിട്ട് കാണാമല്ലോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാവടിയാട്ടവും ആനകളുടെ എഴുന്നള്ളിപ്പും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു.